ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിപ്പം പറശ്ശിനിക്കടവാണുള്ളത്. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ്റെ ക്ഷേത്രം ദർശനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനും അമ്മയും പപ്പയും കൂടിയാണ് വന്നത്. ഞങ്ങൾ രാവിലെ 10:50 ട്രെയിനിനാണ് വന്നത്. ഇവിടെ എത്തുമ്പോൾ 2:20 ആയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചു. ഊട്ടുപുരയിൽ തന്നെയാണ് ഭക്ഷണവും കഴിച്ചത്. ഇനിയിപ്പോൾ വൈകുന്നേരം മുത്തപ്പനെ ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ മുത്തപ്പൻ പ്രത്യേകമായിട്ട് 2 രൂപങ്ങളിലാണ് ഉള്ളത്. ഒന്ന് ശിവൻ്റെ രൂപത്തിലും ശിവൻ്റെ പ്രതീതിയായിട്ടും, പിന്നെ വിഷ്ണുവിൻ്റെ പ്രതീതിയായിട്ടും, വെള്ളാട്ടും തിരുവപ്പനുമായിട്ടാണുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ്റെ പൂർവ്വരൂപത്തിലുള്ള ദർശനം നമുക്കുണ്ട്. പ്രത്യേക പൂജയൊക്കെ ഉണ്ടെന്ന് വൈകുന്നേരം. അപ്പോൾ അത് കാണാൻ പോകുന്നുണ്ട്. 4 മണിക്ക് പോകണം. ഇപ്പം സമയം ഏകദേശം 3-3:30 ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നാളെ ഞങ്ങൾ എൻ്റെ പേരിൽ പ്രത്യേക വഴിപാട് നടത്തുന്നുണ്ട്. അതും മുത്തപ്പനുള്ള ഒരു ഓഫറിങ് പോലെയാണ് നടക്കുന്നത്. അപ്പോൾ മുത്തപ്പൻ നേരിട്ട് നമ്മൾ അനുഗ്രഹിക്കുന്നതായിരിക്കും. മുത്തപ്പൻ്റെ നേരിട്ടുള്ള അനുഗ്രഹം കിട്ടും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം 3:10 ഞങ്ങളുടെ ട്രെയിൻ. ഞങ്ങൾ ഒരു ദിവസം മാത്രമേ, ഒരു നൈറ്റ് മാത്രമേ ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. ഇന്ന് വൈകുന്നേരവും ദർശനം നടത്തിയിട്ട് നാളെ രാവിലെയും അമ്പലത്തിൽ ദർശനം നടത്തിയിട്ട് ഉച്ചയ്ക്ക് ഒരു 12-1 മണിക്ക് ഇവിടുന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം വിഷ്ണുവിൻ്റെ പ്രതീതിയായിട്ടും ശിവൻ്റെ പ്രതീതിയായിട്ടാണ് മുത്തപ്പൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം. പറശ്ശിനിക്കടവിൽ ഒരു പുഴയുണ്ട്. പുഴയുടെ തീരത്താണ്. അപ്പോൾ അവിടെ ചെന്ന് ആ പുഴയിൽ ചെന്നിട്ട് കൈയും കാലും മുഖവും കഴുകി വൃത്തിയായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറിയത്. അപ്പോൾ ചെറിയൊരു യാത്രാക്ഷീണമൊക്കെ ഉണ്ട്. ക്ഷീണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ട്രെയിൻ യാത്ര ആയതുകൊണ്ട് അത്ര ക്ഷീണമില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 45 മിനിറ്റ്സ് വീണ്ടും ഒരു യാത്ര ചെയ്യേണ്ടി വന്നു. കണ്ണൂരിലാണ് ട്രെയിൻ ഇറങ്ങിയത്. കണ്ണൂരിൽ നിന്ന് വീണ്ടും ഒരു 45 മിനിറ്റ്സ് യാത്രയുണ്ട് പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം 4 മണിക്ക് പൂജയുണ്ട്. ആ പൂജയ്ക്ക് പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് മുത്തപ്പൻകാവിലെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ശരി, നമുക്ക് പോവാം.
പറയുന്ന അങ്ങനെയാണ്. ഇത് ശരിക്കും ഞാനുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 30-38 കിലോമീറ്റർ ഉണ്ടാകും. അവിടെ ഫോറസ്റ്റാണ്, നമ്മുടെ കേരളത്തിന് അതെന്തായിരുന്നു അല്ലേ, അതിർത്തി സ്ഥലമാണ്, ബോർഡറായിട്ട്. അവിടെ മടപ്പരൊന്നുമില്ല, ഫോറസ്റ്റിന്റെ ഇതില്. അതായത് ആ സമയത്ത് തൽക്കാലം ഓടേനെ ഇത് ഓലയെല്ലാം വെച്ച് കെട്ടിയിട്ട് തൽക്കാലമായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലം. അവിടെ നിന്ന് മുത്തപ്പൻ ദൈവം നിത്യോത്സവത്തിന് വന്ന സ്ഥലമാണ് പക്ഷിക്കടവ് എന്നാണ് ഐതിഹ്യം. ആ സ്ഥലത്ത് നിന്ന് മുത്തപ്പൻ ദൈവം അങ്ങനെയാണ് ഈ ഐതിഹ്യത്തിൽ പറയുന്നത്. അങ്ങനെയാണ് അവിടെ ഈ നമ്മുടെ സമൂഹത്തിലുള്ള അധക്രതരെ ആയിട്ട് കിടക്കുന്നവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മുത്തപ്പൻ ഒരു അവതാരെടുത്തില്ല. ശിവൻ അങ്ങനെ ഒരു നമ്മുടെ കുടുംബത്തിന് മുത്തപ്പൻ കിട്ടിയില്ല. അതിൻ്റെ പുസ്തകമുണ്ട്, അത് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റോറി. അപ്പം അങ്ങനെയാണ് മുത്തപ്പൻ ഇങ്ങനെ അന്ന് കാട്ടിയാദിക്കാർപ്പലും കള്ളും മത്സരം കിട്ടുന്നു നമ്പൂരി കുടുംബത്തിൽ പോയിട്ട് അവർക്കത് പ്രശ്നമല്ലേ, അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരുടെ കള്ളു കുടിക്കും, മത്സ്യം കിട്ടുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് അവരെ ഉന്നതിക്കായിട്ട് വന്ന് എന്നിട്ട് സ്വന്തം അമ്മക്ക് വിശ്വരൂപം കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവർ പുറത്താക്കും. അവരെ സമുദായത്തിൽപ്പെട്ടവർ ഒരുപാട് പ്രാവശ്യമായിട്ട് പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വിശ്വസിക്കില്ല. അതുപോലെ കിട്ടാണ്ട് കിട്ടിയ കുട്ടിയല്ലേ, അവർ വിശ്വസിക്കില്ല. കാരണം പറഞ്ഞു പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇത് ഇവരുടെ സമുദായത്തിൽപ്പെട്ട ആള് ഇവരെ സ്വന്തം അവർക്ക് അച്ഛന് ഇതാന്ന് കാണിച്ചു. അപ്പോൾ ഇവനവിടെ നിന്ന് നോക്കറ് അപ്പോൾ മറ്റേ ഇതിനകത്ത് കള്ളും മദ്യം കുടിക്കുന്നു, ഈ മത്സ്യം ചുട്ടിട്ട് തിന്നു കാണിച്ചു. അങ്ങനെയാണ് പിന്നെ നമുക്ക് സൈകിട്ട് നമുക്ക് ഇതിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നതാണ്. ഉപേക്ഷിക്കുമ്പോൾ മോനകത്ത് കയറിയിട്ട് റൂമിൽ വാതിലടച്ച് പോകും. അപ്പോൾ അങ്ങനെ അമ്മ പറയും മോനെ തുറക്കെന്ന് പറയുമ്പോൾ മുത്തപ്പനാണ് അപ്പോൾ കണ്ണിന്നങ്ങനെ ബീജ്വാലകളിങ്ങനെ കൊടുത്താണ് മോനെ കണ്ണടക്കി പറയും. അങ്ങനെയാണ് വലിയ ദൈവത്തിന് പൊയ് കണ്ണെന്ന് പറയുന്നത്, വെള്ളിൻ്റെ കണ്ണ്. അങ്ങനെയാണ് കണ്ണ് ധരിക്കുന്നത്. അല്ലെങ്കിൽ അത് വല്ലപ്പോഴും തീക്ഷ്ണത കുറക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നാടകം ഭക്ഷണിക്കും. അങ്ങനെയാണ് ആ സങ്കല്പം, വിഷ്ണുവിന്റെ സങ്കല്പം. അങ്ങനെയാണ് വലിയ ദൈവത്തിന് പൊയ്ക്കണ്ണ് എന്ന് പറയുന്ന കണ്ണ്.